ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഒരു മോർണിംഗ് വ്ളോഗാണ് കേട്ടോ ചെയ്യുന്നത്. രാവിലെ ഒരു 5:15 ആയിട്ടുണ്ട് കേട്ടോ. 5 മണിക്കാകുമ്പോൾ അലാറം വെക്കും. അതിങ്ങനെ കിടന്ന് അടിച്ചുകൊണ്ടിരിക്കും. ഞാൻ അത് ഓഫാക്കിയിട്ട് ഒരു 10 മിനിറ്റ് ഒരു 5 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ തന്നെ കിടക്കും കേട്ടോ. അപ്പോൾ എണീറ്റ് വന്നപ്പോഴേക്കൊരു 5:15 ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ രാവിലത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടല്ലോ, പല്ലുതേപ്പും നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഒരു 5:30 ആയപ്പോഴേക്കും ഞാൻ അടുക്കളയിലോട്ട് വന്നു കേട്ടോ. അടുക്കള രാത്രിയിൽ തന്നെ ക്ലീൻ ആക്കിയിട്ടൊക്കെയാണ് കേട്ടോ കിടക്കുക. അതുകൊണ്ട് രാവിലെ എണീറ്റ് വരുമ്പോൾ അടുക്കള കാണുമ്പോൾ മനസ്സിനൊരു സംതൃപ്തിയാണ് കേട്ടോ. ക്ലീൻ ആക്കാതെ കിടന്നാൽ രാവിലെ എണീറ്റ് വന്നാൽ ആ പണി ആദ്യം എടുത്തിട്ട് വേണം ബാക്കിയുള്ള പണികളൊക്കെ എടുക്കാനില്ലേ. അപ്പം ഇങ്ങനെ വൃത്തിയായിട്ട് കാണുമ്പോൾ ഒരു സുഖമാണ് കേട്ടോ. പിന്നെ ഫസ്റ്റ് തന്നെ ഞാൻ അടുക്കളയിലോട്ട് വന്നാൽ ആദ്യം തന്നെ മോട്ടർ ഇടും കേട്ടോ. പിന്നെ അടുത്ത പണി നമ്മുടെ അടുപ്പിലെ വെണ്ണീറൊക്കെ ഒന്ന് വാരിയെടുത്ത് അതിൽ തീയൊക്കെ മൂട്ടണം കേട്ടോ. മഴക്കാലമായതുകൊണ്ട് തന്നെ തീയൊക്കെ പിടിച്ചു കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇവിടെ അധികം യൂസ് ചെയ്യുന്നത് മട്ടലാണ് കേട്ടോ. റബ്ബർ ചുള്ളികളും ഉണ്ട്. അങ്ങനെ തീയൊക്കെ മൂട്ടിയിട്ട് ആദ്യം തന്നെ കഞ്ഞിക്കൊക്കെ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു 6:15 ആയപ്പോഴേക്കും ലിച്ചൂസ് മദ്രസക്ക് പോകുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. അവൾക്ക് 6:15 മദ്രസ്. ഒരു 6:15 ഒരു തൊട്ട് മുന്നേ ഒരു 6:10 ആകുമ്പോഴേ അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങുള്ളൂ കേട്ടോ. ആ ഒരു ടൈമിൽ ഞാൻ പറഞ്ഞേക്കുള്ളൂ. ഒരു 5 മിനിറ്റ് കൊണ്ട് മദ്രസയിലെത്തും. ഇന്ന് നൂൽപുട്ടാണ് കേട്ടോ കടി ഉണ്ടാക്കുന്നത്. കടയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള പൊടിയാണ്. വീട്ടിലുള്ള പൊടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. മക്കൾക്കും തന്നെ ഇതൊക്കെ കഴിക്കാനായിട്ട് പൂതിയായിട്ടുണ്ടായിരുന്നു. ഉമ്മച്ചി നൂൽപുട്ടൊക്കെ ഒരുപാട് ദിവസമായി കഴിച്ചിട്ടൊന്നും ഉണ്ടാക്കി തരുമെന്ന് ചോദിക്കലെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചെറുനിയും കൊണ്ട് കൊണ്ടിരിച്ചതായിരുന്നു. അതോടുകൂടി ഞാൻ ആകെ പെട്ടു കേട്ടോ. ഇത് തിളച്ച വെള്ളം കൊണ്ടാണ് കുഴച്ചൊക്കെ എടുത്തിട്ടുള്ളത്. പക്ഷേ നമ്മുടെ നൂൽപുട്ടിൻ്റെ അച്ചില്ലേ അതിലിട്ടിട്ട് നമ്മൾ പീച്ചെടുക്കുമ്പോൾ പോരണേ ഇല്ല കേട്ടോ. അങ്ങനെ എങ്ങനെയൊക്കെയോ ബുദ്ധിമുട്ടി ഞാൻ ഒരു 2 ട്രിപ്പൊക്കെ ഉണ്ടാക്കി കേട്ടോ. ചെറുപയർ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിക്ക് തേങ്ങയൊക്കെ അരച്ചിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അതിക്ക് വേണ്ടിയിട്ട് 2 പച്ചമുളക് കീറിയിടുന്നുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് ആദ്യം ഒന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് നമ്മളെ തേങ്ങ അരച്ചതും കൂടെ ചേർത്തിട്ട് പിന്നെ ഉള്ളിയിൽ തൂമിക്കുകയാണ് കേട്ടോ ഞാൻ ചെയ്യല്. അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കാറ്. അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങയൊക്കെ പൊളിക്കാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഇനി തേങ്ങയ്ക്ക് ഒന്ന് പൊട്ടിച്ചെടുക്കണം. അതിലുള്ള വെള്ളം നല്ലതായതുകൊണ്ട് ഞാൻ കുടിച്ചിട്ടോ. ചില തേങ്ങ പൊളിക്കുമ്പോൾ അതിലുള്ള വെള്ളം വേറൊരു വ്യത്യാസം വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പം അങ്ങനെയുള്ള വെള്ളമൊന്നും കുടിക്കൂല കേട്ടോ. അങ്ങനെ ഇനി തേങ്ങയൊക്കെ അരച്ചെടുക്കണം. അതെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ ഇനി അടുത്ത പണി എന്ന് പറയുന്നത് നൂൽപുട്ട് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് സ്റ്റോർ റൂമിൽ പോയിട്ട് അതിനുള്ള അച്ചൊക്കെ എടുത്തുകൊണ്ട് വരികയാണ് കേട്ടോ. ഇനിയാണ് ടാസ്ക്. രാവിലെ പെട്ടെന്ന് പണിയെടുത്തുകൊണ്ട് നിൽക്കുമ്പോഴേക്കാരും ഇങ്ങനെയൊക്കെ ഓരോ സംഭവങ്ങൾ ഉണ്ടാവുക കേട്ടോ. ലിയക്കുട്ടി ഉണരുന്നതിന് മുന്നേ പണികളൊക്കെ തീർക്കണം എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഓരോന്ന് എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെയൊക്കെ വരുമ്പോൾ ദേഷ്യം വരും കേട്ടോ. ഉമ്മാക്ക് തൊഴിലുറപ്പിനും പോകണം. തൊഴിലുറപ്പിന് പോകുമ്പോൾ കൊണ്ടുപോകണം 10 മണിക്കുള്ളത്. ചെറിക്കും ഇവിടുന്ന് ചായ കുടിച്ച് പോകണ്ടേ. അപ്പം അവർക്ക് ഉമ്മാക്ക് കൊണ്ടുപോകാനും ചെറിക്കും ഉമ്മാക്ക് ഇവിടുന്ന് കഴിക്കാനൊക്കെ ഉള്ളത് ഞാൻ എങ്ങനെയൊക്കെയോ ഉണ്ടാക്കിയിട്ടോ. അങ്ങനെ അത് നെക്കി പീച്ചി അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അത് വെന്ത് കിട്ടുമ്പോഴാണ് രസം. അതിന് നല്ലൊരു ബലമാണ് കേട്ടോ. സോഫ്റ്റ്നെസ്സൊന്നുമില്ല, ഒരു ബലം. എങ്ങനെയൊക്കെ ഉമ്മയും ചെറിയൊക്കെ അത് കഴിച്ചു. അന്ന് അങ്ങനെ കഴിച്ചിട്ട് പോയിട്ടോ. അല്ലാതെ വേറെ നിവൃത്തിയൊന്നും അപ്പില്ല. ബാക്കിയുള്ള മാവ് കൊണ്ട് അട ചുടാന്ന് വിചാരിച്ചിട്ടോ. ഇലയിൽ പെരത്താന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ ലിച്ചൂസ് മദ്രസൊക്കെ വിട്ടിട്ട് ഒരു 8 മണിയൊക്കെ ആയപ്പോഴേക്കും വന്നു കേട്ടോ. 8 മണിയൊക്കെ ആകുമ്പോഴാണ് ഉമ്മയും ചെറിയൊക്കെ പണിക്ക് പോകുന്നത് കേട്ടോ. ഉമ്മ തൊഴിലുറപ്പിനും പോവും, ചെറിയ അങ്ങനെ പണിക്കും പോകും കേട്ടോ. ഇന്നത്തെ കറി ചെറുപയർ ഉപ്പേരിയും മുട്ട പൊരിച്ചതും ലേശം ചമ്മന്തിയാണ് കേട്ടോ ഇന്ന് കൊണ്ടുപോകുന്നത്. അങ്ങനെ അതൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അവരൊക്കെ പണിക്ക് പോയിട്ടോ.
നൂൽപുട്ട് ചുട്ടീൻ്റെ ബാക്കി മാവ് കൊണ്ട് ഞാൻ ഇലയിൽ പരത്തിയിട്ട് അടാക്കി ചുടാന്ന് വിചാരിച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ അത് മക്കളോട് പറഞ്ഞപ്പോൾ അവർക്കൊന്നും പറ്റില്ല, അത് വേണ്ട, ഞങ്ങൾ കഴിക്കൂല എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ വേഗം ഞങ്ങൾക്കുള്ള പൊറാട്ട കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ അതാകുമ്പോൾ സുഖമാണല്ലോ, വേറെ ഒന്നും ഉണ്ടാക്കും വേണ്ട. അങ്ങനെ ഞങ്ങൾ പൊറാട്ടയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ലിയക്കുട്ടി അപ്പയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവളെ അപ്പം കുറച്ച് നേരം കളിക്കാനൊക്കെ ഇരുന്നിട്ട് അവളെ കൂടെ ഇങ്ങനെ വെറുതെ കളിപ്പിക്കാനൊക്കെ ഇരുന്നിട്ട് പിന്നെ ഇവർക്ക് രണ്ടുപേർക്ക് ഞാൻ ചായയൊക്കെ കൊടുത്തു കേട്ടോ. അങ്ങനെ ഞാൻ അവരുടെ കൂടെ കഴിച്ചു കേട്ടോ. പുറത്താണെങ്കിലും നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്